മക്കളെ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ചാപ്റ്ററാണ് മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. എന്താണ് മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്? നമ്മുടെ +1 3 മാർക്കിൻ്റെ വെയിറ്റേജിന് ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണ് മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. നിങ്ങൾക്ക് ഇവിടെ ചിത്രത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം. എന്താണെടാ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമ്മൾ ബോട്ടണിയിൽ പറയുന്ന സമയത്ത് ആൻജിയോസ്പേംസ് എന്നാണ് നമ്മൾ ഫ്ലവറിംഗ് പ്ലാന്റ്സിനെ പറയുന്നത്. ഓക്കെ, നമ്മൾ മോർഫോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മോർഫോളജി ആൻഡ് അനാട്ടമി. മോർഫോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, നമുക്കതിൻ്റെ ഡെഫിനേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ഏതെങ്കിലും ഒരു ഓർഗാനിസം, പ്ലാന്റ് ആയിക്കോട്ടെ ആനിമൽ ആയിക്കോട്ടെ, അതിൻ്റെ പുറത്തുള്ള ക്യാരക്ടേഴ്സ്, എക്സ്റ്റേണൽ ഫീച്ചേഴ്സിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മോർഫോളജി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി അടുത്താണ് നമുക്ക് എന്താണ് മോർഫോളജിയുടെ പ്രാധാന്യം എന്ന് നമുക്ക് മനസ്സിലാക്കണം അല്ലേ. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് മോർഫോളജി നോക്കുന്നത് അല്ലേ? നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി, ഐഡൻറ്റിഫിക്കേഷൻ, പ്ലാന്റ്സിനെ ആയാലും അനിമൽസിനെ ആയാലും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യണം. നമ്മൾ പ്രാഥമികമായിട്ട് ഫസ്റ്റ് ലെവൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താണ്, അവരുടെ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് ആണ് അല്ലേ നോക്കുക. ഓക്കെ, മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്ലാന്റ്സിനെയും അനിമൽസിനെയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പം എന്താണ്, ഇത്തരത്തിലുള്ള മോർഫോളജിക്കൽ നോളജ് എന്തിനു വേണ്ടി സഹായിക്കും, നമ്മുടെ പ്ലാന്റ്സിൻ്റെയും അനിമൽസിൻ്റെയും ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയിട്ട് സഹായിക്കും. പിന്നെയോ ഇനി സ്പീഷ്യസ് ലെവലിൽ നമ്മൾ എന്താണ്, ജീനസ് ലെവൽ, സ്പീഷ്യസ് ലെവലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചെറിയ ക്ലാസ്സുകളിൽ. അത്തരത്തിൽ സ്പീഷ്യസ് ലെവൽ നമ്മൾ ഉദാഹരണത്തിന് എന്താണ്, കടുവയും പൂച്ചയും എടുത്ത് കമ്പയർ ചെയ്യുക. ഇവർ ഒരേ ഫാമിലിയിൽ വരുന്ന ആൾക്കാരാണ്, പക്ഷേ എന്താണ് സ്പീഷ്യസ് ലെവലൊക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇവരെ തമ്മിലുള്ള എക്സ്റ്റേണൽ, അവരുടെ വലുപ്പത്തിൻ്റെ കാര്യത്തിൽ അല്ലെ എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അവരുടെ സ്പീഷ്യസിൽ വേരിയേഷൻ ഉണ്ട് അല്ലെങ്കിൽ ആ സ്പീഷ്യസിനെ കുറിച്ചുള്ള ഒരുപാട് വിവരങ്ങൾ നമുക്ക് എന്ത് വഴി കിട്ടും, നമ്മുടെ ഈ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് വഴി നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ പാഠത്തിൽ നോക്കാനുള്ളത് എന്താണ്, ഫ്ലവറിംഗ് പ്ലാന്റ്സ് അല്ലെങ്കിൽ ആൻജിയോസ്പേംസിൻ്റെ പാർട്സ് ആണ് നമുക്ക് നോക്കാനായിട്ടുള്ളത്. ഓക്കെ, ഇവിടെ നമ്മൾ എന്താണ്, ഞാൻ തൽക്കാലമായിട്ട് നിങ്ങൾക്ക് ഒരു പെന്ന് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ എന്താണ്, നമുക്ക് ഏതൊക്കെ പാർട്സുകളാണ് ഒരു ഫ്ലവറിംഗ് പ്ലാന്റ്സിനുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റൂട്ട്, അതുപോലെ തന്നെ സ്റ്റെമ്മ്, അതുപോലെ തന്നെ എന്താണ് ഇലകൾ അല്ലേ, ലീവ്സ്, പിന്നെ എന്താണ് ഫ്ലവേഴ്സ്, പൂക്കൾ അല്ലേ, എന്താണ് ഫ്ലവേഴ്സ്, അതുപോലെ തന്നെ ഫ്രൂട്ട്സ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും, ഒരു ഫ്ലവറിംഗ് പ്ലാന്റിൽ കാണാൻ വേണ്ടി പറ്റും. ഇനി ഫ്ലവറിംഗ് പ്ലാന്റിനെ നമുക്ക് രണ്ട് പാർട്ടായിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഒന്ന് അണ്ടർഗ്രൗണ്ട് പാർട്ട് അല്ലേ, അതിനെ നമുക്ക് എന്ത് പറയാം, അണ്ടർഗ്രൗണ്ട് പാർട്ടിലാണ് വേരുകളൊക്കെ കാണുന്നത്, അതിനെ നമുക്ക് റൂട്ട് സിസ്റ്റം എന്ന് പറയാം. പിന്നെന്താണ് പോർഷൻ എബോവ് ദി ഗ്രൗണ്ട് പാർട്ട് അല്ലേ, പോർഷൻ എബോവ് ദി ഗ്രൗണ്ട് പാർട്ട്, അതിനെ നമുക്ക് എന്തും പറയാം, ഷൂട്ട് സിസ്റ്റം എന്നും പറയാം. എന്ത് പറയാം, ഷൂട്ട് സിസ്റ്റം എന്നും നമുക്ക് പറയാം. അത്തരത്തിൽ രണ്ട് പോർഷൻസ് ആണ് നമുക്ക് എന്തിലുള്ളത്, നമ്മുടെ ഒരു ഈ ഫ്ലവറിംഗ് പ്ലാന്റിലുള്ളത്. ഓക്കെ, അതിൽ ഷൂട്ട് സിസ്റ്റത്തിൽ കാണുന്ന ആൾക്കാരാണ് നമ്മൾ പറഞ്ഞു ഫ്ലവർ, അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ഫ്രൂട്ട്, പിന്നെ എന്താണ് സ്റ്റെം അല്ലേ, സ്റ്റെമ്മിലാണ് ഇവരൊക്കെ കാണുന്നത്, ലീഫ് അല്ലേ. ഇത്തരത്തിലുള്ള ഇതൊക്കെ കൂടി ചേരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഷൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. ഇതൊക്കെ എവിടെയാണ് കാണുന്നത് മക്കളെ, സ്റ്റെമ്മിലാണല്ലേ ഫ്ലവറും ഫ്രൂട്ടും ലീഫും ഒക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി എന്താണെടാ മണ്ണിനടിയിൽ കാണുന്ന റീജിയൻ, മണ്ണിനടിയിൽ കാണുന്ന ആ പോർഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മക്കളെ റൂട്ട് സിസ്റ്റം അല്ലേ. ഇവിടെ നിങ്ങൾക്ക് കാണാം പ്രൈമറി റൂട്ടും സെക്കൻഡറി റൂട്ട് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അത്തരത്തിൽ റൂട്ടുകൾ കൂടിച്ചേരുന്നതിനെയാണല്ലേ പ്രൈമറി റൂട്ടും സെക്കൻഡറി റൂട്ടും ടെർഷ്യറി റൂട്ടും ഒക്കെ ചേരുന്നതിനെയാണ് നമ്മൾ റൂട്ട് സിസ്റ്റം. ഒന്ന് ഇത്ര മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. എന്താണ്, നമ്മുടെ മണ്ണിനടിയിൽ കാണുന്ന അണ്ടർഗ്രൗണ്ട് പോർഷനെ നമ്മൾ റൂട്ട് സിസ്റ്റം എന്നും അപ്പർ പോർഷനെ നമ്മൾ എന്ത് പറയുന്നു, ഷൂട്ട് സിസ്റ്റം എന്നും നമ്മൾ പറയുന്നു. ഇതാണ് മെയിനായിട്ട് എന്താണ് ഫ്ലവറിംഗ് പ്ലാന്റിൻ്റെ പാർട്സുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ റൂട്ടിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിലോ, നമുക്ക് റൂട്ടുകളിലേക്ക് വരാം. റൂട്ടുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും പ്രൈമറി റൂട്ട് എന്ന് പറയുന്ന ഒരു വാക്ക്. എന്താണെടാ പ്രൈമറി റൂട്ട്, നമ്മളൊരു വിത്ത് എടുക്കുകയാണ്, ഒരു ചെറുപയറെടുത്തോ, ചെറുപയർ നമ്മൾ മുളപ്പിക്കാൻ വെച്ചു, ചെറുപയർ മുളപ്പിക്കാൻ വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ നമുക്ക് വേര് വരുന്നത് കാണാമല്ലേ. ആ ആദ്യം വരുന്ന വേരിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രൈമറി റൂട്ട് എന്ന് പറയുന്നത്. എന്താണ് പ്രൈമറി റൂട്ട്, ഇത് എവിടെ നിന്നാണ് ഉണ്ടാവുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, റാഡിക്കിൾ എന്ന് പറയുന്ന ഒരു റീജിയൻ ഉണ്ട്, റാഡിക്കിൾ റൂട്ടുമായി ബന്ധപ്പെട്ടതാണല്ലേ റാഡിക്കിൾ റൂട്ട്. ഓക്കെ, അത് അവിടെ നിന്നാണ് ആദ്യത്തെ റൂട്ട് പ്രൈമറി റൂട്ട് ഉണ്ടായി വരുന്നത്. ഇനി ആ പ്രൈമറി റൂട്ടിൽ നിന്ന് എന്താണ് ഒരുപാട് ശാഖകളായിട്ടുള്ള റൂട്ടുകൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇവിടെ നിങ്ങൾ നോക്കിയേ, ഇവിടെ പ്രൈമറി റൂട്ട് ഉണ്ടായി അല്ലേ, പ്രൈമറി റൂട്ട് ഉണ്ടായി. ആ പ്രൈമറി റൂട്ടിൽ നിന്ന് ആദ്യം അല്ലേ റാഡിക്കൽ റീജിയനിൽ നിന്നാണ് പ്രൈമറി റൂട്ട് ഉണ്ടായത് എങ്കിൽ, ആ പ്രൈമറി റൂട്ടിൽ നിന്ന് പിന്നീടുണ്ടായ ശാഖകളെ നമ്മൾ സെക്കൻഡറി റൂട്ട് എന്നും, ഇനി ഈ സെക്കൻഡറി റൂട്ടിൽ നിന്നും എന്താണ് ശാഖകൾ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും, ടേർഷ്യറി റൂട്ട് എന്നും വിളിക്കും അല്ലേ, ടേർഷ്യറി റൂട്ട് എന്നും നമ്മൾ എന്ത് ചെയ്യും, വിളിക്കും. ഓക്കെ, അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി
നമ്മൾ പറഞ്ഞു എന്താണ് പ്രൈമറി റൂട്ട് എന്താണ്, അതുപോലെ തന്നെ എവിടുന്നാണ് പ്രൈമറി റൂട്ട് ഉണ്ടായി വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു നമ്മളിപ്പം പറഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താണ്, ഈ പ്രൈമറി റൂട്ട് മറ്റ് ലാറ്ററൽ റൂട്ട്സിൻ്റെ കൂടെ ചേർന്ന് നമുക്ക് കാണുന്ന ആ ഒരു റൂട്ട് സിസ്റ്റത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താണ്, ടാപ്പ് റൂട്ട് സിസ്റ്റം എന്നാണ് നമ്മൾ വിളിക്കുന്നത് അല്ലേ. ഇതാണ് തായ്വേരി സിസ്റ്റം അല്ലേ, തായ്വേരി സംവിധാനം എന്നാണ് അതിനെ നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, അത് നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. ഓക്കെ, ഇനി ഏകബീജ പത്രസസ്യങ്ങളും ദ്വിബീജ പത്രസസ്യങ്ങളും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. എന്താണ് ഡൈക്കോട്ട് പ്ലാന്റ്സ്, മോണോക്കോട്ട് പ്ലാന്റ്സ് എന്നാണ് നമ്മൾ പറയുന്നത്. അതിൽ ദ്വിബീജ പത്രസസ്യങ്ങളെ ഡൈക്കോട്ട് പ്ലാന്റുകൾ എന്നും ഏകബീജ പത്രസസ്യങ്ങളെ മോണോക്കോട്ട് പ്ലാന്റുകൾ എന്നും നമ്മൾ പറയുന്നു. ഇതിൽ ഏകബീജ പത്രസസ്യങ്ങൾ അല്ലെങ്കിൽ മോണോക്കോട്ട് പ്ലാന്റ്സിൽ എന്താ സംഭവിക്കുന്നത്, പ്രൈമറി റൂട്ട് എന്ത് ചെയ്യും എന്നറിയോ. പ്രൈമറി റൂട്ട് വളരെ ഷോർട്ട് ലിവ്ഡ് ആയിരിക്കും അല്ലേ. നമ്മുടെ വിത്ത് മുളച്ചതിന് ശേഷം എന്താണ് വളരെ ഷോർട്ട് ലിവ്ഡ് ആയിട്ടാണ് അവരുണ്ടാവും. വളരെ പെട്ടെന്ന് എന്ത് ചെയ്യും, നശിച്ചു പോകും. അതിനുശേഷം എന്താണ് ലാർജ് നമ്പർ അല്ലേ, ലാർജ് നമ്പർ ഓഫ് എന്താണ് റൂട്ട് അതിൻ്റെ നമ്മുടെ ആ സ്റ്റെമ്മിൻ്റെ ബേസിൽ നിന്ന് എന്ത് ചെയ്യും ഉണ്ടായി വരും. അത്തരത്തിലുള്ള റൂട്ടുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താണ് മക്കളെ, നാരുവേര് സംവിധാനം അല്ലേ. എന്താണ്, അല്ലെങ്കിൽ നമ്മൾ എന്താ അതിനെ പറയുക, നമുക്കതിനെ പറയാം ഫൈബറസ് റൂട്ട് സിസ്റ്റം എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, എന്താണ് ഫൈബറസ് റൂട്ട് സിസ്റ്റം എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഇത്തരത്തിൽ ഫൈബറസ് റൂട്ട് സിസ്റ്റം കാണുന്നതിന് എക്സാമ്പിൾ നിങ്ങൾക്കറിയാം, നെല്ല് അല്ലേ, നെല്ലുണ്ട്. പിന്നെ എന്താണ് നമ്മുടെ ഗോതമ്പ് അല്ലേ, ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്, നമ്മുടെ നാരുവേര് സംവിധാനം അല്ലെങ്കിൽ എന്താണ് ഫൈബറസ് റൂട്ട് സിസ്റ്റം കാണുന്നതിന് ഉദാഹരണമാണ്. എങ്കിൽ എന്തായിരിക്കും നമ്മുടെ ടാപ്പ് റൂട്ട് സിസ്റ്റം കാണുന്നതിന് എക്സാമ്പിൾ, നമ്മുടെ പയർവർഗ്ഗങ്ങൾ, അതുപോലെ തന്നെ കടുക്. നിങ്ങൾക്ക് എക്സാമ്പിൾ കൊടുത്തിരിക്കുന്ന ടെക്സ്റ്റ് ബുക്കിൽ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് എന്താണ്, മസ്റ്റാർഡും ഗ്രാമും ഒക്കെയാണ് അല്ലേ. അപ്പോൾ അവരിലൊക്കെ എന്താണ് കാണുന്നത്, ടാപ്പ് റൂട്ട് സിസ്റ്റമാണ് കാണുന്നത്. ഇനി ഇവിടുന്ന് നമ്മുടെ റാഡിക്കൽ റീജിയൻ എന്നല്ലാതെ ഒരു പ്ലാന്റിൽ നിങ്ങൾ റൂട്ട് ഒറിജിനേറ്റ് ചെയ്തതായിട്ട് കാണുന്നുണ്ടെങ്കിൽ അത്തരം റൂട്ടുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് അഡ്വൻറ്റേഷ്യസ് റൂട്ട് എന്ന്. എന്താണ് അഡ്വൻറ്റേഷ്യസ് റൂട്ട് എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അത്തരം റൂട്ടുകളെ നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമ്മൾ പറഞ്ഞ എന്താണ്, ടാപ്പ് റൂട്ട് സിസ്റ്റം, ഫൈബ്രസ് റൂട്ട് സിസ്റ്റം, അഡ്വൻറ്റേഷ്യസ് റൂട്ട് സിസ്റ്റം അല്ലേ. നമ്മുടെ പേരാൽ മരമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. എന്താണ് അതുപോലെ തന്നെ നമ്മുടെ വെള്ളത്തിൽ കാണുന്ന ആറ്റുകൈത, അവർക്കൊക്കെ എന്താണ് റൂട്ട് നമ്മുടെ റാഡിക്കൽ റീജിയൻ എന്നല്ലാതെ എന്ത് ചെയ്യുന്നുണ്ട്, റൂട്ട് വരുന്നുണ്ട്. അത്തരത്തിലുള്ള റൂട്ടുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് അഡ്വൻറ്റേഷ്യസ് റൂട്ട്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താണ്, ഫങ്ഷൻസ് ഓഫ് ദി റൂട്ട് സിസ്റ്റം ആണ്. എന്താണ് ഫങ്ഷൻ ഓഫ് ദി റൂട്ട് സിസ്റ്റം, എന്താണ് ആദ്യത്തെ ഫങ്ഷൻ, അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ അല്ലേ. റൂട്ട് എന്താണ്, ജലം അബ്സോർബ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. അതുപോലെ തന്നെ മിനറൽസ്, ഇവിടുന്ന് നമ്മുടെ മണ്ണിൽ നിന്ന് ജലവും ലവണങ്ങളും വലിച്ചെടുക്കുക എന്നുള്ളതാണ് റൂട്ടിൻ്റെ ഒന്നാമത്തെ ഫംഗ്ഷൻ. രണ്ടാമത്തെ എന്താ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പല എന്താണ് പ്ലാന്റ്സും ഈ റൂട്ടിന് എന്താണ് ഫുഡ് മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ. നമ്മുടെ ടപ്പിയൊക്കെ പോലുള്ള ഒരുപാട് സാധനങ്ങളുണ്ടല്ലേ, അവരൊക്കെ എന്താണ് നമ്മുടെ ഫുഡ് മെറ്റീരിയൽസ്, ഫോട്ടോസിന്തസിസ് വഴി ഉണ്ടാകുന്ന ഫുഡ് മെറ്റീരിയൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ റൂട്ട് സിസ്റ്റത്തിനെ ഉപയോഗിക്കുന്നുണ്ട്. അതാണ് രണ്ടാമത്തെ റൂട്ട് സിസ്റ്റത്തിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. പിന്നെന്താണ്, ഒരു പ്ലാന്റിന് പ്രോപ്പർ ആങ്കറേജ് അല്ലേ, മണ്ണിൽ കൃത്യമായി ഉറപ്പിച്ച് നിർത്തുക അല്ലേ, അതിന് ബലം കൊടുക്കുക എന്നൊക്കെ പറയുന്നത് എന്താണ്, മറ്റൊരു പ്രധാനപ്പെട്ട ധർമ്മമാണ് നമ്മുടെ റൂട്ട് സിസ്റ്റത്തിൻ്റെ. പിന്നെ ഈ പ്ലാന്റുകളൊക്കെ പ്ലാന്റുകളൊക്കെ വളരണമെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം, ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് അല്ലെങ്കിൽ ഹോർമോൺസ്, പ്ലാന്റ് ഹോർമോൺസ് വേണം. അത്തരത്തിലുള്ള ഗ്രോത്ത് റെഗുലേറ്റേഴ്സിനെയൊക്കെ എന്താണ് സിന്തസിസ് ചെയ്യുക എന്നുള്ളതും ആരുടെ ഫംഗ്ഷനാണ്, നമ്മുടെ റൂട്ട് സിസ്റ്റത്തിൻ്റെ ഫംഗ്ഷനാണ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ എന്താണ് ഗുഡ് ബൈ ആൻഡ് എല്ലാവരും നന്നായി പഠിക്കുക. ഓക്കെ, സി യു.